2 പ്രാവശ്യം പോയി പറയാ. തീരെ നിൽക്കില്ലല്ലേ? ഇല്ല, ഞാൻ വന്നിട്ട് കണ്ടില്ലേ പോകണം. 5 മിനിറ്റ് നിൽക്കുന്നത്. അപ്പുറത്തെ ഫാനിട്ട് നോക്കി. ആയി. അപ്പോൾ ഇപ്പോൾ പോവും. ചാർജ് ഇല്ലായിട്ടാണ്. ഓക്കെ ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിത് കണ്ട പോലെ തന്നെ ബാറ്ററിയിൽ ചാർജ് തീരെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ കസ്റ്റമർ വിളിച്ചതാണ്. അപ്പോൾ ചെന്ന് നോക്കുന്ന സമയത്ത് ഒട്ടും തന്നെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കടയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ചാർജ് ചെയ്യണം. ഇപ്പോൾ ചാർജ് ചെയ്യുക മാത്രമല്ല, ഇതിൻ്റെ ആസിഡും ബാറ്ററി വാട്ടറും. സാധാരണ ബാറ്ററി വാട്ടറാണല്ലോ നമ്മൾ എപ്പോഴും കഴിയുമ്പോൾ ഒഴിക്കുക. അപ്പോൾ ഇതിൻ്റെ ആസിഡ് കമ്മിയായി ഉണ്ടാവും. ഇതിപ്പോൾ ഏകദേശം 6 വർഷം പഴക്കമുള്ളൊരു ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് കുറേ കണ്ടിന്യൂ ആയിട്ട് ബാറ്ററി വാട്ടർ ഇങ്ങനെ ഒഴിവാക്കി അത് ആസിഡ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ ആസിഡ് ഫില്ല് ചെയ്തിട്ട് അതേപോലെ തന്നെ അവിടെ തന്നെ 24 hours ബൂസ്റ്റപ്പ് ചെയ്യണം. അതായത് ചാർജിങ് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടോ, അതായത് സൈറ്റിലേക്ക് എത്തി അത് കൊടുക്കുന്ന സമയത്ത് ഒരു സ്പാർക്ക് വരുന്നുണ്ടോ. അപ്പോൾ അവിടെ ബാറ്ററിയിൽ പവർഫുൾ ആണോ, ചാർജ് ഉണ്ട്. അത് അവർ കറക്റ്റ് ആംബിയറൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് തന്നിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തു, അതെല്ലാം ചെക്ക് ചെയ്തു, കറക്റ്റായിട്ട് ബാറ്ററി എടുക്കുന്നുണ്ട്, ഇൻവെർട്ടർ കുഴപ്പമില്ലാതെ ഓടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു 6 വർഷം കഴിഞ്ഞ ബാറ്ററിയൊക്കെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. വെറുതെ വേസ്റ്റാക്കി കളയണ്ട പൈസ. കാരണം എന്താ വെച്ചാൽ പഴയ ബാറ്ററിയൊക്കെ ആണെങ്കിൽ പൊള്ളച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാറ്റണം. പൊള്ളപ്പില്ലാത്ത ബാറ്ററി ആണെങ്കിൽ ഇതേപോലെ നമുക്ക് മാറ്റാൻ പറ്റും. ആമറോണ്ടാണ്, ഇതിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല ബാറ്ററിക്ക്. അപ്പോൾ നമ്മൾ നേരെ DBയിൽ പോയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. ഒന്ന് പവർ ഓഫാക്കി നോക്കി. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് ഫുൾ ലോഡിൽ കട്ട് ഓഫ് ആയിരുന്നു. ഇവിടെ ഏകദേശം 15 മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്തു, യാതൊരു കുഴപ്പമില്ല. ഇൻവെർട്ടർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു വാങ്ങിയൊരു സർവീസ് കോസ്റ്റും ഇതിന് വന്നൊരു എമൗണ്ടാണ് ഞാൻ ഇതിൽ പറയുന്നത്. ബാറ്ററി കടയിൽ ഞാൻ 920 റുപ്യ കൊടുത്തു കേട്ടോ. 920 റുപ്യ ഞാൻ ബാറ്ററി കടയിൽ കൊടുത്തു. അതേപോലെ തന്നെ എൻ്റെ സർവീസ് കോസ്റ്റ് 1000 രൂപയാണ് കേട്ടോ. അപ്പോൾ 920ഉം 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1920 റുപ്യാണ് ടോട്ടലായിട്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിയത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകേണ്ട ചാർജ് ഒക്കെ പാടെ കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യാം.